ഇറാൻ യുദ്ധം അവസാനിച്ചിട്ടില്ല. ഇപ്പോഴുള്ളത് വെടിനിർത്തൽ കാലാവധി നീട്ടൽ മാത്രമാണ്. ഇറാനും അമേരിക്കയും പരസ്പരം വെല്ലുവിളി തുടരുന്നു. പശ്ചിമേഷ്യയിൽ സമാധാനം എന്നത് ഏറെ അകലെയാണ് എന്ന തിരിച്ചറിവ് ഗൾഫ് രാജ്യങ്ങൾക്കുണ്ട്. തങ്ങളുടേതല്ലാത്ത യുദ്ധത്തിൽ നാശനഷ്ടമുണ്ടായത് മുഴുവൻ അവർക്കാണ് എന്നും ഗൾഫ് രാജ്യങ്ങൾ മനസ്സിലാക്കുന്നു. ഇറാൻ യുദ്ധവും അതേ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളും ഏറ്റവും ബാധിച്ചത് ഗൾഫ് രാഷ്ട്രങ്ങളെയായിരുന്നു. ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ഗൾഫ് മേഖലയിൽ ഉണ്ടാക്കിയ അരക്ഷിതാവസ്ഥ ചെറുതല്ല. യുദ്ധസമയത്ത് ഇറാനെതിരെ പ്രസ്താവനകൾ ഇറക്കിയതല്ലാതെ ഗൾഫ് രാജ്യങ്ങൾ കാര്യമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ ചെയ്തില്ല. യുദ്ധസമയത്ത് വിഘടിച്ചു നിൽക്കുന്ന GCCയെയാണ് ലോകം കണ്ടത്. അമേരിക്കയെ കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാനും കഴിഞ്ഞില്ല. ഇറാന്റെ ആക്രമണം നിർത്തിക്കാനും പറ്റിയില്ല. ചെകുത്താനും ചെങ്കടലിനും ഇടയിൽപ്പെട്ട അവസ്ഥ. വെടിനിർത്തലിന്റെ ആശ്വാസത്തിൽ വീണ്ടും ഒരുമിക്കുകയാണ് GCC രാജ്യങ്ങൾ. ഗൾഫ് രാഷ്ട്രങ്ങൾക്കിടയിൽ അഭൂതപൂർവമായ ഒരു ഒത്തൊരുമയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്ക് അടച്ചത് വഴി എണ്ണ കയറ്റുമതിയിലുണ്ടായ കുറവും അതുണ്ടാക്കിയ സാമ്പത്തിക ആഘാതവും അടക്കം ഇറാനെതിരായ ഒരുമയിലേക്ക് ഗൾഫ് രാഷ്ട്രങ്ങളെ എത്തിച്ചു. ഫെബ്രുവരി 28-ന് ഇറാനിൽ US ഇസ്രയേൽ സംയുക്ത ആക്രമണം നടന്ന അന്നു തൊട്ട് ഇറാൻ ഗൾഫ് രാഷ്ട്രങ്ങളെ ആക്രമിക്കുന്നുണ്ട്. ഫെബ്രുവരി 28-ന് യുദ്ധം ആരംഭിച്ച ശേഷം GCC രാജ്യങ്ങൾ ആദ്യമായി ഒരു സംയുക്ത യോഗവും ഇന്നലെ സൗദിയിലെ ജിദ്ദയിൽ ചേരുകയുണ്ടായി. ഇറാനെതിരായ നീക്കത്തിന്റെ ഒരുക്കമായിരുന്നു ഇന്നലെ സൗദിയിൽ കണ്ടത്. അതേസമയം ഇറാൻ യുദ്ധകാലത്ത് GCC അംഗരാജ്യങ്ങൾക്കിടയിൽ ഉണ്ടായ ഐക്യമില്ലായ്മയെ UAE രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്കിലെ ഇറാൻ ഉപരോധവും ഒപ്പം ഇറാൻ ആക്രമണം മൂലം GCCയിലെ അരക്ഷിതാവസ്ഥയും തന്നെയായിരുന്നു ഗൾഫ് രാഷ്ട്രങ്ങളുടെ യോഗത്തിലെ മുഖ്യ അജണ്ട. ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള എണ്ണ ഗതാഗതം തടസ്സപ്പെട്ടതും ഇറാന്റെ ആക്രമണങ്ങൾ മൂലം അടിസ്ഥാന സൗകര്യങ്ങൾക്കുണ്ടായ നാശനഷ്ടങ്ങളും യോഗം വിലയിരുത്തി. ഹോർമൂസ് അടച്ചുപൂട്ടിയ ഇറാന്റെ നടപടികളെ നിയമവിരുദ്ധ നടപടികൾ എന്നാണ് GCC രാജ്യങ്ങൾ വിശേഷിപ്പിച്ചത്. കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്തുന്നതിനോ സുരക്ഷിതമായ യാത്രയ്ക്കായി ഫീസ് ഈടാക്കുന്നതിനോ ഉള്ള ഇറാന്റെ നീക്കത്തിനെതിരെ ശക്തമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഗൾഫ് രാജ്യങ്ങൾ. ഹോർമൂസിൽ യുദ്ധത്തിന് മുൻപുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നാണ് ആവശ്യം. സുരക്ഷിതവും സ്വതന്ത്രവുമായ കപ്പൽ ഗതാഗതം ഹോർമൂസിൽ പുനഃസ്ഥാപിക്കേണ്ടത് അനിവാര്യമാണ് എന്നാണ് GCC രാജ്യങ്ങൾ പറയുന്നത്. ഹോർമൂസ് അടച്ചതുകൊണ്ട് ഏറ്റവും അധികം നഷ്ടമുണ്ടായത് GCC രാജ്യങ്ങൾക്കാണ്. ലോകത്തിന്റെ എണ്ണ വ്യാപാരത്തിന്റെയും കയറ്റുമതിയുടെയും 20% നടന്നിരുന്നത് ഹോർമൂസ് വഴിയായിരുന്നു. ഇതടഞ്ഞതോടെ ഗൾഫിൽ നിന്നുള്ള എണ്ണ കയറ്റുമതി നിലച്ചു. ഇതാകട്ടെ UAE അടക്കമുള്ള വലിയ എണ്ണ ഉൽപാദക രാജ്യങ്ങളുടെ എണ്ണ ഉൽപാദനത്തിലും കുറവ് വരുത്തി. ഈ ഘട്ടത്തിൽ GCC രാജ്യങ്ങൾ സംയുക്തമായി എണ്ണ പ്രകൃതിവാതക പൈപ്പ് ലൈൻ നിർമ്മിക്കുന്നതിന്റെ സാങ്കത്യം യോഗം ചൂണ്ടിക്കാട്ടി. ബാലിസ്റ്റിക് മിസൈലുകളുടെ ആക്രമണം ചെറുക്കാൻ ഒരു മിസൈൽ മുന്നറിയിപ്പ് സംവിധാനം സ്ഥാപിക്കുന്നതും ആലോചനാ വിഷയമാക്കണമെന്ന് യോഗത്തിൽ പങ്കെടുത്ത നേതാക്കൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഫെബ്രുവരി 28-ന് യുദ്ധം ആരംഭിച്ചതു മുതൽ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ തകർത്തത് ഗൾഫ് മേഖലയെ തന്നെ ആയിരുന്നു. ഇറാൻ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഗൾഫ് മേഖലയിൽ കടുത്ത അരക്ഷിതാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. സുരക്ഷാ വെല്ലുവിളികളും രാഷ്ട്രീയ സാഹചര്യങ്ങളും അടക്കം യോഗം ചർച്ച ചെയ്തു. ഇറാനിൽ US ഇറാൻ സംയുക്ത സംഘം നടത്തിയ ഓപ്പറേഷന് ശേഷമുള്ള വെടിനിർത്തൽ താൽക്കാലിക ശാന്തത നൽകുന്നുണ്ട് എങ്കിലും ഇറാനും അറബ് അയൽ രാജ്യങ്ങളും തമ്മിലുള്ള വിശ്വാസം പൂർണ്ണമായും തകരുകയും നഷ്ടമാകുകയും ചെയ്തിരിക്കുന്നു എന്നതാണ് വസ്തുത. ഇറാൻ ഇപ്പോൾ GCCയെ സംബന്ധിച്ചിടത്തോളം വെറുമൊരു എതിരാളിയല്ല, മറിച്ച് മേഖലയുടെ സുരക്ഷയ്ക്ക് നേരിട്ടുള്ള ഭീഷണിയായാണ് GCC രാജ്യങ്ങൾ ഇറാനെ വിലയിരുത്തുന്നത്. ഇറാൻ യുദ്ധത്തിൽ നേരിട്ട് ഒരിക്കൽ പോലും GCC രാജ്യങ്ങൾ പങ്കെടുക്കാതിരുന്നിട്ടും ഇറാൻ ലക്ഷ്യം വെച്ചത് ഗൾഫ് രാജ്യങ്ങളെയായിരുന്നു. ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ 83% ഗൾഫ് രാജ്യങ്ങളിൽ പതിച്ചു. ഊർജ്ജ നിലയങ്ങളും തുറമുഖങ്ങളും വിമാനത്താവളങ്ങളും അടക്കം UAEയും സൗദിയും അടക്കമുള്ള ഗൾഫ് രാഷ്ട്രങ്ങളിൽ ലക്ഷ്യം വെക്കപ്പെട്ടു. UAEയെ സംബന്ധിച്ചിടത്തോളം നഷ്ടം എണ്ണയുടേത് മാത്രമല്ല, ലോകത്തെ സുരക്ഷിത സ്ഥലങ്ങളിൽ ഒന്നെന്നറിയപ്പെട്ടിരുന്ന അബുദാബിയുടെ പേര് നഷ്ടപ്പെട്ടതും അവർക്ക് താങ്ങാനാകുന്നില്ല. പല രാജ്യങ്ങളിലെ അതിസമ്പന്നർ താമസിക്കാൻ താല്പര്യപ്പെടുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് UAE. ഇറാൻ ആക്രമണത്തോടെ ദുബായ്, അബുദാബി തുടങ്ങിയ നഗരങ്ങളുടെ പെരുമ നഷ്ടപ്പെട്ടു. ഗൾഫ് രാജ്യങ്ങളുടെ കൂട്ടത്തിൽ സൈനികമായി ശക്തരായ സൗദി അറേബ്യയിൽ നിന്ന് ഒരു പ്രതികരണവും ഉണ്ടായില്ല എന്നതിൽ UAEക്ക് പരാതിയുണ്ട്. യുദ്ധം അവസാനിച്ചാലും കാലക്രമേണ മാത്രമേ അബുദാബിക്കും ദുബായിക്കുമെല്ലാം നഷ്ടപ്പെട്ട പേര് തിരിച്ചു പിടിക്കാനാകൂ. ഇനി അമേരിക്കൻ ബിസിനസ്സുകൾ UAEയിലേക്ക് വരുമോ എന്ന ആശങ്കയും UAEക്കുണ്ട്. അമേരിക്കയെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയായിരുന്നു ഗൾഫിനെ ലക്ഷ്യം വെക്കുന്നതിലൂടെ ഇറാൻ ഉദ്ദേശിച്ചത്.
അമേരിക്കയെ പിന്തിരിപ്പിക്കാനും ആഗോള എണ്ണ വിപണി തകിടം മറിക്കുക എന്നീ ലക്ഷ്യങ്ങളുമാണ് ഇറാനെ മുന്നോട്ട് നയിച്ചത്. അതിനായി ഇറാൻ ഗൾഫ് രാജ്യങ്ങളെ ഒരു സമ്മർദ്ദ ഉപകരണമായി ഉപയോഗിച്ചു. പക്ഷേ അത് ഏറ്റവും നന്നായി ബാധിച്ചതും ബാധിക്കാൻ പോകുന്നതും ഇറാനെ തന്നെയാണ്. അയൽ രാജ്യങ്ങൾ സമാധാനത്തിന് ശ്രമിക്കുമ്പോഴും അവരെ ആക്രമിക്കുന്നതിലൂടെ ഇറാൻ കൂടുതൽ ഒറ്റപ്പെട്ടു. പ്രാദേശിക സഹവർത്തിത്വത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ ഇറാൻ ലംഘിച്ചുവെന്നാണ് GCC രാഷ്ട്രങ്ങളുടെ വിലയിരുത്തൽ. ഇത് ഗൾഫ് രാജ്യങ്ങൾക്കിടയിൽ വലിയ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് ഒറ്റക്കെട്ടായി നീങ്ങണം. മാത്രമല്ല, ഇറാന്റെ നിലവിലെ ഭരണകൂടം മാറുന്നതാണ് ഇതിനെല്ലാം പരിഹാരമെന്നും GCC കൗൺസിൽ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. ഇറാൻ ഭരണകൂടം മാറുകയോ നയങ്ങളിൽ കാതലായ മാറ്റം വരികയോ ചെയ്യാതെ പശ്ചിമേഷ്യൻ മേഖലയിൽ ശാശ്വതമായ സമാധാനം സാധ്യമല്ല എന്നാണ് വിദേശ വിദഗ്ധർ വിലയിരുത്തുന്നത്. ഇതിന് ഇറാനെതിരെ കടുത്ത സൈനിക സമ്മർദ്ദവും നയതന്ത്രപരമായ ഒറ്റപ്പെടുത്തലുമാണ് പരിഹാരമെന്നും GCC കൗൺസിൽ തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. ചുരുക്കത്തിൽ ഇറാന്റെ നിലവിലെ പ്രവർത്തന രീതി ഗൾഫ് മേഖലയുടെ ദീർഘകാല സുരക്ഷയുമായി ഒത്തുപോകുന്നില്ല എന്ന് സാരം. GCCയിലെ 6 രാഷ്ട്രങ്ങളെയും ഇറാൻ ആക്രമണം കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. ഖത്തർ, UAE, സൗദി, ബഹ്റൈൻ, ഒമാൻ, കുവൈറ്റ് തുടങ്ങി 6 GCCകളിലെയും ഊർജ അടിസ്ഥാന സൗകര്യങ്ങൾ താറുമാറായി. UAEയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ, ജനവാസ കേന്ദ്രങ്ങൾ, സൈനിക സംവിധാനങ്ങൾ എന്നിവയെല്ലാം ആക്രമിക്കപ്പെട്ടു. ഫെബ്രുവരി 28 മുതൽ വെടിനിർത്തൽ വരെ ഏതാണ്ട് 660 ആക്രമണങ്ങൾ ഗൾഫ് രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് ഇറാൻ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ താൽക്കാലിക വെടിനിർത്തലിനെ തുടർന്ന് അല്പം ആശ്വാസമുണ്ട് എങ്കിലും മേഖലയിൽ യുദ്ധഭീതി ഒഴിഞ്ഞിട്ടില്ല. അതേസമയം ഇറാനെതിരെ ഒന്നിച്ചു നീങ്ങാൻ GCC യോഗം ആഹ്വാനം നൽകുമ്പോഴും കൗൺസിലിനകത്തെ ഭിന്നത യോഗത്തിൽ മറനീക്കി പുറത്തു വന്നിട്ടുണ്ട്. UAE ആണ് ഇത് സംബന്ധിച്ച വിമർശനം ഉന്നയിച്ചത്. ഇറാൻ ആക്രമണങ്ങൾക്കെതിരെ ഗൾഫ് രാജ്യങ്ങളിൽ നയപരമായ ഒത്തൊരുമ ഉണ്ടായെങ്കിലും സൈനിക പ്രതിരോധ കാര്യങ്ങളിൽ ഏകോപനമോ ഐക്യമോ ഉണ്ടായില്ല എന്നാണ് UAE വിമർശിച്ചത്. ആ അർത്ഥത്തിൽ GCC എക്കാലത്തെയും ദുർബലമായ അവസ്ഥയിലായിരുന്നുവെന്നും UAE കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം കുറയ്ക്കാനുള്ള നയതന്ത്ര വഴികളും പാകിസ്ഥാൻ നടത്തുന്ന മധ്യസ്ഥ ശ്രമങ്ങളും GCC നേതാക്കൾ വിശകലനം ചെയ്തു. പ്രസ്താവനകൾക്കപ്പുറം പ്രായോഗികമായ സുരക്ഷാ പദ്ധതികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചാണ് ഉച്ചകോടി പിരിഞ്ഞത്. ഇതിനിടയിൽ തന്നെ ആണവ പദ്ധതി ഉപേക്ഷിക്കാതെ ഇറാനുമായി കരാറിനില്ല എന്ന സൂചന US ആവർത്തിച്ചിരിക്കുകയാണ്. നാവിക ഉപരോധം പിൻവലിച്ചാൽ ഹോർമൂസ് കടലിടുക്ക് തുറക്കാമെന്നും ആണവ പദ്ധതി സംബന്ധിച്ച ചർച്ച പിന്നീടാകാമെന്നും ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ആണവായുധം ഉണ്ടാക്കില്ല എന്ന് ഉറപ്പാക്കാതെ ഇറാനുമായി കരാറിനില്ല എന്നാണ് US അസന്നിഗ്ധമായി തന്നെ നിലപാടെടുത്തിരിക്കുന്നത്. ഇറാന്റെ നിർദ്ദേശങ്ങൾ US ദേശീയ സുരക്ഷാ സമിതി ചർച്ച ചെയ്തുവെന്നും പ്രസിഡന്റ് ട്രംപ് ഇതേപ്പറ്റി പിന്നീട് പ്രതികരിക്കുമെന്നുമാണ് വൈറ്റ് ഹൗസ് അറിയിച്ചിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്ക് ഉപരോധിച്ചത് വഴി ഇറാനും അമേരിക്കയും കടലിടുക്കിനെ രാഷ്ട്രീയ വിലപേശലിന് ഉപയോഗിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇതിനെതിരെ ഖത്തർ രംഗത്തു വന്നു. അവകാശമായ സ്വതന്ത്ര കപ്പൽ സഞ്ചാരം നിഷേധിച്ച് ഹോർമൂസിനെ രാഷ്ട്രീയ വിലപേശലിന് ഉപയോഗിക്കുന്നതിനെതിരെയാണ് ഖത്തറിന്റെ വിമർശനവും മുന്നറിയിപ്പും. പശ്ചിമേഷ്യൻ മേഖലയിലെ പ്രശ്നങ്ങൾ അതിവേഗം പരിഹരിക്കേണ്ടത് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ കൂടി ആവശ്യമാണ് എന്നും, എന്നാൽ ഇറാൻ അടക്കം മേഖലയിലെ ജനങ്ങളുടെ താൽപര്യങ്ങൾ മുൻനിർത്തിയുള്ളതാകണം സംഘർഷം അവസാനിപ്പിക്കാനുള്ള പദ്ധതികൾ എന്നുമാണ് ഖത്തറിന്റെ നിലപാട്. പക്ഷേ അപ്പോഴും ഹോർമൂസ് പോലെ അന്താരാഷ്ട്ര സമുദ്രപാതകൾ രാഷ്ട്രീയ വിലപേശലിനായി ഉപയോഗിക്കുന്ന ഇറാന്റെയും US-ന്റെയും നടപടി ശരിയല്ല എന്നും ഖത്തർ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനിടയിൽ ഇറാനെ ഒറ്റപ്പെടുത്താനുള്ള US-ന്റെ ശ്രമങ്ങൾക്ക് അപ്രതീക്ഷിത തിരിച്ചടി നൽകിയിരിക്കുകയാണ് സുഹൃത്ത് രാജ്യമായ പാകിസ്ഥാൻ. US-ന്റെ ഹോർമൂസ് ഉപരോധത്തെ മറികടക്കാൻ ഇറാനിലേക്ക് 6 കരമാർഗങ്ങൾ തുറന്നിടുകയാണവർ. അമേരിക്കൻ ഉപരോധത്തിൽ വലഞ്ഞ് പാകിസ്ഥാനിലെ വിവിധ തുറമുഖങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന 3000-ലധികം കണ്ടെയ്നറുകൾക്ക് പാകിസ്ഥാന്റെ ഈ കരമാർഗ നീക്കം ആശ്വാസം പകരും. കറാച്ചി തുറമുഖത്ത് കുടുങ്ങിക്കിടക്കുന്ന ചരക്കുകൾ ഇറാനിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യം. ഗ്വാദറിൽ ഗബ്ദിലേക്കാണ് ഒരു റൂട്ട്. കറാച്ചി പോർട്ട് ഖാസിമിൽ നിന്ന് ഗബ്ദിലേക്കും തഫ്താനിലേക്കും ഓരോ റൂട്ട് വീതം. ഗോദറിൽ നിന്ന് തഫ്താനിലേക്ക് 2 പാതകൾ തുറന്നിട്ടുമുണ്ട്. പോർട്ട് ഖാസിം ഗോദാറാണ് മറ്റൊരു പാത. ഈ പാതകൾ വഴി പോകുന്ന ചരക്കുകൾക്ക് പാകിസ്ഥാനിലെ ഇറക്കുമതി തീരുവയ്ക്ക് തുല്യമായ ബാങ്ക് ഗ്യാരണ്ടി വ്യാപാരികൾ നൽകേണ്ടതായി വരും. 3 രാജ്യങ്ങളിൽ നിന്ന് ഇറാനിലേക്ക് പോകുന്ന ചരക്കുകൾക്ക് മാത്രമാണ് ഈ പാത അനുവദിച്ചിട്ടുള്ളത്. പാകിസ്ഥാൻ കസ്റ്റംസ് നിയമപ്രകാരം ഫെഡറൽ ബോർഡ് ഓഫ് റവന്യൂ ആയിരിക്കും ഇതിൽ കർശന നിരീക്ഷണം നടത്തുക. അബ്ബാസ് അരാച്ചിയും പാകിസ്ഥാൻ അധികൃതരും നടത്തിയ നിർണായക കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് ഈ ഒരു നീക്കം ഉണ്ടായത്.